ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഞങ്ങൾ കളർ വേൾഡ് പെയിൻറ്റ്സ് ആണ്. ഞങ്ങൾ വയനാട് ജില്ലയിൽ മാനന്തവാടിയിലാണ്. വീണ്ടും ഒരുപാട് എൻക്വയറീസ് പുറത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ഞങ്ങൾ വയനാട് ജില്ലയിലാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്ഥലവും എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിളിക്കുക. എങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്ത് പകുതി കാണുന്നവർക്കാണ് പല കാര്യങ്ങളും കൃത്യമായി മനസ്സിലാകാതെ വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ വന്നിരിക്കുന്നത്, നമുക്ക് കമൻറ്റിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, പെയിൻറ്റുകൾ നമ്മളിപ്പോൾ ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പെയിൻറ്റ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ഒരു 2 ദിവസം വെള്ളം ഒഴിച്ച് പെയിൻറ്റ് 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അമിതമായ രൂക്ഷമായ സ്മെല്ല് വരുന്നു, കേടുവരാനുള്ള ചാൻസ് ഉണ്ട് എന്ന്. ചാൻസ് കൂടുകയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നാണ് കമൻറ്റിൽ ചോദിച്ചിരുന്നത്. കമ്പനിയോട് ചോദിച്ച് അതിന് കൃത്യമായ ഒരു മറുപടി പറയണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ കമ്പനിയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറയുന്ന കാര്യം, ഏതൊരു പെയിൻറ്റ് കമ്പനി ആയിക്കോട്ടെ, ഏഷ്യൻ, ഇൻഡിഗോ, ബിർള, ഓപ്പസ്, ഒരു കമ്പനീനെ ഫോക്കസ് ചെയ്ത് പറയുന്നില്ല, ഏതൊരു കമ്പനി ആയാലും പ്രത്യേക തരം കെമിക്കൽസ്, റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ടാണ് ഈ പെയിൻറ്റുകളെല്ലാം തന്നെ നിർമ്മിക്കുന്നത്. ആദ്യം മനസ്സിലാക്കുക, അത് ഏതൊരു കെമിക്കൽ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ആ പ്രൊഡക്റ്റുകൾക്ക് എന്തുണ്ടാവും, ഒരു പരിധിയിൽ കൂടുതൽ സമയം കഴിഞ്ഞു കഴിയുമ്പോൾ അതിന് രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ് പെയിൻറ്റ് നിങ്ങൾ വാങ്ങുമ്പോഴും ഒരു 2 ദിവസം നമ്മളത് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം അതിന് ഒരു പ്രത്യേകതരം സ്മെല്ല് അനുഭവപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതിൻ്റെ പ്രത്യേകമായി അവരോട് നമ്മൾ ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഏതൊരു കമ്പനി ആയിക്കോട്ടെ, കമ്പനിയിൽ നിന്ന് പ്രത്യേകമായി പാക്കിങ്ങിലാണ് ഏതൊരു പ്രൊഡക്റ്റും വരുന്നത്. അതായത് 20-ൻ്റെ ക്യാൻ ആയിക്കോട്ടെ, 10-ൻ്റെ ക്യാൻ ആയിക്കോട്ടെ, അതിനകത്ത് നിങ്ങൾക്കറിയാം തുറക്കാനായി പ്രത്യേകമായി ഒരു റൗണ്ട് തന്നെയുണ്ട്. അത് മനസ്സിലാക്കുക. ആ റൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ മൂടി തുറന്ന് മാത്രമാണ് സ്റ്റൈനേഴ്സ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഡൈലൂട്ട് ചെയ്യുന്നത്. അത് കൃത്യമായി അറിയുന്നവർക്കറിയാം. അതിൻ്റെ ആ റൗണ്ട് നമ്മൾ കൃത്യമായി പൊട്ടിച്ച് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് AMC ടിൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കളറാക്കുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, 20-ൻ്റെ ബക്കറ്റ് റൗണ്ട് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, തുറന്ന് അത് നമ്മൾ അതിനുള്ളിൽ AMC വീഴ്ത്തിയിട്ട് കളറ് വ്യത്യസ്തമാക്കുന്നില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാത്തത്? അത് നമ്മൾക്ക് അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് വേഗം വായുവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ പെയിൻറ്റ് വരുമ്പോൾ എന്താ, നമുക്ക് പെട്ടെന്ന് നമുക്കിത് നിങ്ങൾ കൊണ്ടുപോയിട്ട് ചിലപ്പം ഇന്ന് കൊണ്ടുപോകും, എന്തെങ്കിലും കാരണവശാൽ പെയിൻറ്റർമാർക്ക് വരാൻ സാധിച്ചില്ല, 2 ദിവസം ആകുമ്പോഴത്തേക്കും പെയിൻറ്റിന് കംപ്ലൈൻറ്റുകൾ വരും. ഒരു കാരണവശാലും ആ മൂടി തുറന്ന് അതിൻ്റെ ഉള്ളിൽ AMC വെച്ച് ഞങ്ങൾ അപ്പം തന്നെ അത് ക്ലോസ് ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു പെർഫെക്ഷനിൽ തന്നെ വായുവുമായി അധികം യാതൊരു തുറക്കുന്ന സമയത്ത് മാത്രവുമാണ് അതിനകത്ത് വായുവുമായിട്ടുള്ള ചെറിയൊരു കോണ്ടാക്റ്റ് വരുന്നുള്ളൂ. പിന്നെ വെള്ളം പ്രത്യേകം പറയുകയാണ്, വെള്ളം ഒഴിച്ച പെയിൻറ്റ് ഒരു കാരണവശാലും അധികം നാൾ ഇരിക്കില്ല എന്ന് കമ്പനി പറയുന്നുണ്ട്. അധികം നാളല്ല, 2-3 ദിവസം. ഇന്ന് പൊട്ടിച്ച പെയിൻറ്റ് ഒരു 20-ൻ്റെ ക്യാൻ ഇന്ന് പൊട്ടിച്ചു നിങ്ങളെന്ന് വെച്ചോളൂ, അതിൻ്റെ പകുതിയാണ് അടിച്ചിട്ടുള്ളൂ. ആ പകുതിയിൽ വെള്ളം ഡൈലൂട്ട് ചെയ്തതിന് ശേഷം അത് അപ്ലൈ ചെയ്താൽ മതി. ബാക്കിയുള്ള 20 ലിറ്റർ അത് അങ്ങനെ തന്നെ വെച്ചു എന്ന് കരുതി നാളത്തേക്ക് അധികം സ്മെല്ലും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, AMC വീഴ്ത്തി, അതായത് നിങ്ങളിപ്പോൾ കളർ ടിൻറ്റ്, ഞാൻ AMC എന്ന് ഉദ്ദേശിക്കുന്നത് കളറാണ്, കളർ മിക്സ് ആക്കിയിട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്ന പെയിൻറ്റെങ്കിൽ തുറന്ന് വെള്ളം ഒഴിച്ച് വെച്ച പെയിൻറ്റ് ഒരു കാരണവശാലും നിൽക്കില്ല. AMCയിൽ പ്രത്യേക തരം, അതായത് നിങ്ങൾക്കറിയാം, ഫ്ലവേഴ്സ്, കൂടുതൽ പൂക്കൾ കളക്ട് ചെയ്തിട്ടാണ് AMC ഉണ്ടാക്കുന്നതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പൂക്കൾ അധികം ദിവസം നമുക്ക് വെക്കാൻ പറ്റില്ല, പൂക്കൾ വേഗം തന്നെ ചീയും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്, മറ്റൊന്നുമല്ല സംഭവിക്കുന്നത്. ചീയൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വായുവുമായി ഈ AMCയുമായും കോണ്ടാക്ട് ചെയ്ത് നമ്മളത് വീണ്ടും മൂടി വെക്കുമ്പോൾ അതിനുള്ളിൽ തന്നെ ഇരുന്ന് അതിൻ്റെ വായുവിൻ്റെയും ഈ കെമിക്കൽസും കൂടി AMCയും കൂടി രൂക്ഷമായി പ്രവർത്തിച്ചാണ് ഇതിന് ഗന്ധം പുറപ്പെടുന്നത്. പിന്നെ ചിലപ്പോൾ ചുമരുകൾ കടിച്ചു കഴിയുമ്പോൾ അതിന് രൂക്ഷമായ ഗന്ധം താമസിക്കാൻ യോഗ്യമല്ലാത്ത രീതിയിൽ തന്നെ ചിലപ്പോൾ കുറേ ദിവസങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സ്മെല്ല് ചിലപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടാവും. ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഇതിനു മുമ്പും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചോദിച്ചുകൊണ്ടാണ്, ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു. പെട്ടെന്ന് ഓർമ്മയിൽ വന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യമേ പറഞ്ഞിരുന്നേനെ. അത് പറഞ്ഞതുകൊണ്ട് വളരെയധികം ഉപകാരമാണ്. കാരണം ഒരുപാട് പേര് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ഞാനിപ്പോൾ ഓരോ ദിവസം ഓരോ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുമ്പോഴും നമ്മളിങ്ങനെ ക്യാമറേനെ അഭിമുഖീകരിച്ച് പല കാര്യങ്ങളും പറയുമ്പോൾ ചില കാര്യങ്ങൾ മറന്നു പോകുന്നതാണ്. കൃത്യമായി നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് ഓരോ കാര്യങ്ങളും നിങ്ങളുമായി സംസാരിക്കുന്നതല്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾ ഈ ചാനൽ കൊണ്ട് കൃത്യമായി ഉദ്ദേശിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഈ കൊച്ച് ഷോപ്പ് ഞങ്ങൾ വയനാട് ജില്ലയിൽ ഇത്രയും നല്ല രീതിയിൽ 6 വർഷം കൊണ്ട് 3 ഷോപ്പായി ഞങ്ങൾക്ക് വിപുലീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൃത്യമായി ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി കൊടുക്കുകയും കൃത്യമായ സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ബെസ്റ്റ് സർവീസാണ് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളുടെയും ബാക്കി, അതായത് 10 എടുത്തു കഴിഞ്ഞാൽ 4 ക്വാണ്ടിറ്റി 1 വേണ്ടി വന്നാൽ ഞങ്ങളത് കൊടുക്കുന്നുണ്ട് കൃത്യമായി. അതുപോലെ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട്, അവർ വന്ന് പെയിൻ്റ് എടുത്ത് എന്നിട്ട് അടിക്കാതെ ഇട്ടിട്ട് പോയി. എന്താ ചെയ്യുക, നമ്മൾ ഇങ്ങനെ ആയി, നമ്മൾ ഉടനെ തന്നെ എന്താക്കും, അടുത്ത പെയിൻറ്റേഴ്സിനെ ആക്കി കൊടുക്കുക വരെ ചെയ്യുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പെയിൻറ്റർമാർ ഇട്ടിട്ട് പോയി എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മളെടുത്ത പെയിൻറ്റുകൾ എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കളറും ടിൻറ്റ് ചെയ്തതിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറാണ് നമ്മൾ അതിനകത്ത് ടിൻറ്റ് ചെയ്യുന്നത്. അത് അവിടെ കൊണ്ടുപോയി തുറന്ന് ചിലപ്പോൾ പൊട്ടിച്ചിട്ട് ടോക്കൺ എടുത്തിട്ട് പോകുന്നവർ വരെയുണ്ട്. ഇതിപ്പോൾ ഇത്രയും ഓപ്പണായി പറയുന്നത് ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ. നമ്മൾ ഓരോരുത്തർക്കും പണി കൊടുക്കുമ്പോൾ നമ്മുടെ വീടാണ്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയുന്ന നമ്മുടെ വീടുകൾ എന്താക്കുക, ഏറ്റവും സുരക്ഷിതവുമായി ഏറ്റവും നന്നായി വെക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഏത് കമ്പനിയുടെ പെയിൻറ്റിൻ്റെ പ്രൊഡക്റ്റുകൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് വയനാട്ടിലെ കാലാവസ്ഥ വെച്ച് ഏഷ്യനാണ് ഇവിടെ കൂടുതൽ എൻക്വയറി വരുന്നത്. അതുകൊണ്ടാണ് ഏഷ്യൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളെക്കുറിച്ചും കൃത്യമായി പറയുകയും ഇനാമൽസ് വരെ കൂടുതലായി ഇവിടെ ചോദിക്കുന്നത് ഏഷ്യൻ്റെയാണ്. അപ്പം ഞങ്ങൾ കൂടുതലായി സെയിൽ ചെയ്യുന്നത് ഏഷ്യൻ്റെയാണ്. ഇപ്പോൾ ബിർള ഓപ്പസ് പെയിൻറ്റ്സ് കൂടുതൽ പരസ്യങ്ങളും അഷുറൻസും എല്ലാം കേട്ട് വരുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ് നമ്മൾ എന്ത് ചെയ്യരുത്, പൊട്ടിച്ച് വെച്ചതിന് ശേഷം ഒരാഴ്ചയോ 2-3 ദിവസമോ കഴിഞ്ഞതിന് ശേഷം, അതും വെള്ളം ഒഴിച്ചതിന് ശേഷം, ഇത് നമ്മൾ ചുമരിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതിൻ്റെ ഓൾ സർക്കുലേഷനാണ് അവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഓൾ സർക്കുലേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ആ പെയിൻറ്റ് ആ അടഞ്ഞിരിക്കുന്നത് ആ കെമിക്കൽസും ആ AMCയും അതുപോലെ എല്ലാം കൂടി ആയി ഒന്നിച്ചുണ്ടാവുന്ന ആ ഒരു പ്രശ്നത്തിലാണ് ഇതിന് രൂക്ഷമായ ഗന്ധമുണ്ടാകുന്നത്. ഒരു പെയിൻറ്റും നമ്മൾ പറയുന്ന പോലെ നാച്ചുറൽ രീതിയിൽ ഉണ്ടാക്കുന്നതല്ല. നമുക്കറിയാലോ, നമ്മുടെ ചുമരുകളിൽ യാതൊരുവിധ കംപ്ലൈൻറ്റും കൂടാണ്ട് ഈ മഴയും വെയിലും കൊണ്ട് നമ്മുടെ ഭിത്തിയിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ അതെന്തായാലും ഒരു കെമിക്കൽ ഫ്രീ ആണ്. കെമിക്കൽ ചേർക്കാണ്ട് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. എത്രയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കെമിക്കൽ ചേർക്കാതെ നമുക്ക് ആ ഒരു പെയിൻറ്റിനെ നമുക്ക് കൃത്യമായി ഇങ്ങനെ ചുമരിൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ഒന്ന് കോമൺലി ആലോചിച്ച് നോക്കിയാൽ അറിയാം. അതുകൊണ്ട് എന്തായാലും കെമിക്കൽ ഉണ്ടാവും. പിന്നെ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതാണ് ഫസ്റ്റ് കാര്യം. ചിലർക്ക് ശ്വാസമുട്ട് അലർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വീടുകളിലൊന്നും ഒരു കാരണവശാലും നിങ്ങൾ തുറന്നിട്ട് പെയിൻറ്റ് പോവരുത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടൻ തന്നെ അടുത്ത പെയിൻറ്റേഴ്സിനെ വിളിച്ച് നിങ്ങളുടെ വീട്ടിന് അപ്ലൈ ചെയ്യാൻ നോക്കുക. തുറന്ന് പെയിൻറ്റ് വെച്ച് പോയതിന് ശേഷം നിങ്ങൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെയിൻറ്റ് തീർച്ചയായും കേടായി പോകും. സ്മെല്ല് മാത്രമല്ല, കേടായി പോകാനുള്ള ചാൻസും കൂടുതലുണ്ട്. അതുപോലെ ഇപ്പം ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാണ്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഒരു 20 ലിറ്ററിൻ്റെ ക്യാനിലേക്ക് കമ്പനി പറയുന്ന AMC കൂടാതെ പ്രത്യേകിച്ച് നിങ്ങൾ കളർ കൂട്ടാൻ വേണ്ടി AMC വളരെ ഡാർക്കാക്കി കൊണ്ടുപോകാനൊക്കെ ചിലർ ഉദ്ദേശിക്കുന്നുണ്ട്, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം. നമ്മൾ ഒരു ഷോപ്പുകാരും അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കമ്പനി എത്രയാണോ AMC പറയുന്നത് അത് കമ്പനിയാണ് ഇതിനകത്ത് ടിൻറ്റ് ചെയ്യുന്നത്, ആ ക്യാനിനകത്ത് ടിൻറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതല്ലാതെ നിങ്ങൾ അധികമായി AMC ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് പിന്നീട് പല കംപ്ലൈൻറ്റുകളും വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ പല സ്ഥലത്തുനിന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കമ്പനി പറയുന്നത് എത്രയാണോ AMC, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ അത് കറക്റ്റായി നിങ്ങൾ അറിഞ്ഞ് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായി അപ്ലൈ ചെയ്താൽ മതി ചുമരുകൾക്ക്. ഓടിച്ചാടി ഞങ്ങൾ അത് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. പിന്നെ ഫൗണ്ടേഷന് കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഡാർക്ക് കളറുകൾ എന്താവുന്നുണ്ട്, നമ്മൾ അടിയിലാക്കിയാലും പെട്ടെന്ന് ചിലപ്പോൾ ചെളിയൊക്കെ മഴയൊക്കെ വരുമ്പോൾ ചെളിയൊക്കെ തെളിച്ച് അതിനകത്ത് കുറച്ച് മങ്ങലും പലതും പോവാറുണ്ട്. അതുകൊണ്ട് അതിനകത്ത് കുറച്ച് AMC കൂടുതൽ ചേർത്താലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബോർഡറുകൾക്ക് നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പല വീടുകൾക്കും ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ പെട്ടെന്ന് ഡിമ്മാവാനും അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ബോറാവും.
നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഒരു പെയിൻറ്റിലേക്ക് 1 ലിറ്റർ പെയിൻറ്റിലേക്ക് ഇത്രയാണ് AMC ഒരു കമ്പനി പറയുന്നുള്ളൂ. ആ AMC കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഡാർക്കാക്കി കൊണ്ടുവരുമ്പോഴൊക്കെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അതും മനസ്സിലാക്കുക. AMC എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മളത് അപ്പം ഉപയോഗിക്കാനുള്ളതാണ്. AMC മെഷീനുകളിൽ പോലും നമ്മൾ അധികം നാൾ ഒഴിച്ചു വെക്കാറില്ല. AMC എന്ന് വെച്ചാൽ കളറുകളാണ്. ആ കളറുകൾ നമ്മൾ അധികം ഒഴിച്ചു വെക്കില്ല. അത് ആവശ്യാനുസരണം ഒഴിച്ചാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇതാണ് ചോദിച്ചതിനുള്ള കൃത്യമായ മറുപടി. AMCയും അതായത് ഈ പെയിൻറ്റും AMC ഇല്ലാത്ത പെയിൻ്റ് ആയാലും വായുവുമായി ഈ കെമിക്കൽസ് ബന്ധപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ്. ഇതൊരു കെമിസ്ട്രി തന്നെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അറിയാലോ, ബന്ധപ്പെട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ വായുവുമായി ബന്ധപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പെയിൻറ്റിന് ഇങ്ങനെ ഒരു പ്രത്യേകതരം രൂക്ഷഗന്ധവും കേടാവാനും സാധ്യത. പിന്നെ ഒരു പ്രത്യേക അതിനകത്ത് പറഞ്ഞിരുന്നു 2020 വരെയാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഇപ്പം നിലവിൽ എല്ലാ കമ്പനികളും ഒരേ റോ മെറ്റീരിയൽസ് തന്നെ കളക്ട് ചെയ്യുന്നു. അവർ വേറെ പേരിൽ വേറെ പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് തന്നെയാണ് ചെയ്യുന്നത്. 2020 വരെ എന്നുള്ളത് പറഞ്ഞു. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി ധാരണയില്ല. 2020 മുമ്പ് അങ്ങനെയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഞങ്ങളിവിടെ ഷോപ്പ് ഇട്ടതിന് ശേഷം അങ്ങനെ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. 4 ലിറ്ററൊക്കെ അടിച്ചിട്ട് അവർ പകുതിയെ വേണ്ടി വന്നിട്ടുള്ളൂ, കണക്കറിയാതെ വന്നു. അപ്പോൾ ബാക്കി വന്ന 2 ലിറ്റർ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് അറിയില്ല, അവർ പെയിൻറ്റർമാർ അടച്ചു വെച്ചിട്ട് പോയി. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടുകാരിങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഇതിനകത്ത് പെയിൻ്റ് ഉണ്ട്. തുറന്നു കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. എന്താ ചെയ്യുക, ഇതിനകത്ത് ഇത്രയധികം ക്വാണ്ടിറ്റി ഉണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴാണത് ഞാൻ നിങ്ങളുമായി ഇപ്പോൾ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായി മനസ്സിലാക്കുക. പെയിൻറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തതിന് ശേഷം പെയിൻറ്റുകൾ തുറന്നതിന് ശേഷം ബോട്ടിൽ തുറന്നതിന് ശേഷം തുറന്ന് വെക്കാതിരിക്കുക. തുറക്കാണ്ട് നിങ്ങൾ ഒരു വൈറ്റ് പെയിൻറ്റ് കൊണ്ടുപോയിട്ട് 3 വർഷം വരെയാണ് കമ്പനി പറയുന്നത് കേട്ടോ. അതും കൂടെ പറയട്ടെ, 3 വർഷമാണ് കമ്പനി എല്ലാ പെയിൻറ്റുകളും. കമ്പനിയിൽ നിന്ന് വരുന്ന ഈ പെയിൻറ്റ് നിങ്ങളിപ്പോൾ ഒരു 20 ലിറ്ററിൻ്റെ പ്രൈമർ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നു, ഇല്ലെങ്കിൽ ഒരു അപ്പെക്സ് റേഞ്ച് പ്രൊഡക്റ്റ് വാങ്ങുന്നു എന്ന് വെച്ചോ. നിങ്ങളത് വീട്ടിൽ കൊണ്ടുപോയിട്ട് 2, 3, 4 മാസം പൊട്ടിക്കാതെ വെച്ചതിന് ശേഷം നിങ്ങളാണ് അടിക്കുന്നതെങ്കിലും യാതൊരുവിധ കംപ്ലൈൻറ്റും വരില്ല. അങ്ങനത്തെ യാതൊരുവിധ ടെൻഷനും വേണ്ട. കാരണം നമ്മുടെ ഷോപ്പുകളിലും ഇന്ന് തന്നെ വന്ന പ്രൊഡക്റ്റ് ഇന്ന് തന്നെ സെയിലായി പോകുന്നില്ല. ചില പ്രൊഡക്റ്റുകൾ 2-3 മാസം ഷോപ്പിലിരിക്കും, അതിന് ശേഷമാണ് സെയിലായി പോകുന്നത്. അതിനൊന്നും യാതൊരുവിധ പ്രശ്നവും കംപ്ലൈൻറ്റ് വരുന്നില്ല. 36 മന്താണ്, 36 മാസമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതും കൂടെ മനസ്സിലാക്കുക. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുമ്പോൾ പറയുന്നേ ഉള്ളൂ. ഇതൊക്കെ പലരും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യാനും ഞങ്ങളെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ പലരും കാണുന്നുണ്ട്, ഒരുപാട് കാണുന്നുണ്ടെങ്കിലും ആരും ഒന്ന് ലൈക്ക് ചെയ്യുന്നില്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ലൈക്ക് ചെയ്തതിന് ശേഷം എല്ലാവരും ഒന്ന് കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നിങ്ങളുമായി ഇനി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അറിയുന്ന കാര്യങ്ങൾ ഞാൻ ചോദിച്ചതിന് ശേഷം കൃത്യമായി വീഡിയോ ചെയ്യുന്നതായിരിക്കും.